എടോ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. തളിപ്പറമ്പിൽ എങ്ങനെ തോറ്റു എന്ന് ഗോവിന്ദ ഗോവിന്ദ കേക്കടോ. തളിപ്പറമ്പിൽ എങ്ങനെ തോറ്റു എന്ന്, നിന്റെ ഭാര്യ എങ്ങനെ തോറ്റു എന്ന് ഈ പാർട്ടിയിലെ ഈ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പറയണോടോ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പറയണോടോ, ഈ ബ്രാഞ്ചും ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ പറയണോ? അവരൊക്കെ ചർച്ച ചെയ്യണം. നിന്റെ ഭാര്യ എങ്ങനെ തോറ്റെന്ന് തനിക്കറിയില്ലടോ. തനിക്കറിയില്ലേ? തനിക്കറിയില്ലെങ്കിൽ താൻ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലടോ. ഇറങ്ങി പോടോ. പാർട്ടിയുടെ സെക്രട്ടറിയാണ് അത്രേ. ഉളുപ്പില്ലടോ തനിക്ക്. ഇതാണോ CPM? നീ വലിയ സൈദ്ധാന്തിക വർത്താനൊക്കെ പറയുന്ന ആളല്ലേ. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ കുറിച്ച് ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാണ്. താഴെ തട്ടിൽ ചോദിക്കുന്നു. താഴെ തട്ടിൽ താൻ ചോദിക്കാൻ വരുന്നു തന്റെ ഭാര്യ തോറ്റതിനെ കുറിച്ച്. ഇതാ പറയുന്നത് നിങ്ങളുടെ തലയിലെ കളിമണ്ണാണോ? കളിമണ്ണ്. നിങ്ങളാണ് ഇനി തെറ്റിദ്ധരുത്തിയിട്ട് വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. ആ വിജയൻ, പരനാറി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ തെറ്റിദ്ധരുത്തി വരും അല്ലേ? ഇയാൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കുമുക്ക് കൂട്ടുകയാണ്. അപ്പോഴാണ് CPI പറഞ്ഞത്, CPIക്കാർ തുറന്നു പറഞ്ഞു, ഇയാൾ വേണ്ട, പ്രതിപക്ഷ നേതാവായിട്ട് ഇയാൾ വേണ്ട, സഹിച്ച് മടുത്തു, ഇനി വേണ്ട എന്നാണ് പറഞ്ഞത്. ഇത് ഇന്നത്തെ മലയാള മനോരമയാണ്. മലയാള മനോരമയില് പാലോളി പറയുന്നത് ഇങ്ങനെയാണ്: PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കണമായിരുന്നു എന്നാണ് തലക്കെട്ട് കൊടുത്തത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കണമായിരുന്നു പാലോളി. 8-ാം പേജിൽ തന്നെയാണ്. അതിൽ പറയുന്നത്, തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കണമായിരുന്നു എന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളുള്ളയാളുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ സന്ദേശമാണ് നൽകിയത്. പിണറായി വിജയൻ ഉൾപ്പെടെ വോട്ടുകൾ കുറഞ്ഞു. പാലോളി ചൂണ്ടിക്കാണിക്കുകയാണ്. പിണറായി വിജയൻ ഉൾപ്പെടെ വോട്ടുകൾ കുറഞ്ഞു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉൾപ്പെടെ വോട്ടുകൾ കുറയുന്നത്? എന്തുകൊണ്ടാണ് ധർമ്മടത്ത് പിണറായി വിജയന് വോട്ടുകൾ കുറഞ്ഞത്? പിണറായി വിജയന് ധർമ്മടത്ത് CPMകാർ വോട്ട് ചെയ്തില്ല, പാർട്ടി അണികൾ വോട്ട് ചെയ്തില്ല. പാർട്ടി അണികൾക്ക് മനസ്സിലായി ഇയാള് തോന്നിയാസിയാണ്, ഇയാൾ തമ്മാടിയാണ് എന്ന് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ബോധ്യമായി. CPMലെ തന്നെ അനിഷേധ്യ നേതാവായ, ഏറ്റവും സീനിയർ നേതാവായ പാലോളി വളരെ കൃത്യമായി പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന വൈകല്യങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് ധർമ്മടത്ത് വോട്ട് കുറഞ്ഞത്, അതെന്തുകൊണ്ട് അന്വേഷിക്കണം എന്ന്. കാരണം പാലോളിക്ക് അങ്ങനെ പറയുള്ളൂ. പാലോളിയൊക്കെ വളരെ മിതമായ രീതിയിൽ ഒതുക്കി പറയുന്ന ആളാണ് പാലോളി. അതേ അവസരത്തിൽ തന്നെ ഗോവിന്ദനെതിരെ ശക്തമായ വിമർശനമാണ്. തളിപ്പറമ്പിൽ തോൽവിക്ക് ആരാണ് ഉത്തരവാദിത്വം? ഗോവിന്ദനല്ലാതെ. ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സാത്വികയായ CPMന്റെ സമുന്നതയായ നേതാവൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഈ PK ശ്യാമള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു കൊലയാളിയുടെ ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ ആന്തൂർ സാധൻ എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയെ കൊലക്ക് കൊടുത്ത, അതിലേക്ക് നയിച്ച ആളാണ് PK ശ്യാമള എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു PK ശ്യാമള ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഈ പറയുന്ന അഹന്തതയുടെയും ധാർഷ്ട്യത്തിന്റെയും പ്രതിരൂപമായ ഈ ശ്യാമളയെ തന്നെ മത്സരിപ്പിക്കണമെന്ന് PK ഗോവിന്ദൻ തീരുമാനിക്കുമ്പോ, അതിനെ പിണറായി വിജയൻ കുടപിടിക്കുമ്പോ, അപ്പോഴാണ് TK ഗോവിന്ദൻ പുറത്തു വന്നത്. ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം മത്സര രംഗത്ത് ഇറങ്ങുന്നത്. അല്ലാതെ TK ഗോവിന്ദന് മത്സരിക്കാൻ പൂതി ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ TK ഗോവിന്ദൻ മത്സരിച്ച് വിജയിക്കുന്നു അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത്? ഇതിന് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ആൾക്കാരോട് അന്വേഷിക്കുമ്പോൾ സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ? സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞു. അതുകൂടി കേൾക്കാം. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ഇതാ. സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലാ പറഞ്ഞത്, തകർച്ചയ്ക്ക് കാരണം പിണറായിയുടെ തന്നിഷ്ടം. ഇതാ മാതൃഭൂമി പത്രത്തിലെ 7-ാം പേജിലുണ്ട്. തകർച്ചയ്ക്ക് കാരണം പിണറായിയുടെ തന്നിഷ്ടം. സെബാസ്റ്റ്യൻ പോൾ. ഗോവിന്ദ കേട്ടോ, സെബാസ്റ്റ്യൻ പോളാ പറയുന്നത്. തകർച്ചയ്ക്ക് കാരണം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പഠിക്കുകയാണ്. MA ബേബിയും പറയാണ് പഠിക്കണ്ടോ. പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ, സെബാസ്റ്റ്യൻ പോളിനെ പോലെ കറപുരളാത്ത CPMന്റെ അനിഷേധ്യ നേതാക്കന്മാരാണ് പറയുന്നത് തോൽവിക്ക് കാരണം അയാളാണ്, തോൽവിക്ക് കാരണം നിങ്ങളാണ് എന്ന് ഗോവിന്ദന്റെ മുഖത്ത് നോക്കി പറയാണ്. സെബാസ്റ്റ്യൻ പോൾ പറയുന്നതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ വൻ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനെതിരെ ശക്തമായ പ്രതികരണവുമായി മുൻ MP-യും ഇടത് സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പിണറായി വിജയനെതിരായ വിധിയെടുത്താണ് തിരഞ്ഞെടുപ്പ് എന്നും പാർട്ടിയെ ജനം തിരുത്തുന്നതാണ് കണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അതിനുശേഷം കേൾക്ക്, അന്തംകമ്മികളൊക്കെ കേൾക്കേട്ടോ. ഇപ്പോഴിങ്ങനെ വിജയനെ വാഴ്ത്തുപാട്ട് പാടുകയാണല്ലോ.
പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കരുത് എന്ന് കൂടി സെബാസ്റ്റ്യൻ പോൾ പറയാണ്. നിങ്ങളെ ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പം തന്നെ പറയിപ്പിച്ച് ഇപ്പം തന്നെ കട്ടുമുടിച്ച് ഇനി പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് അങ്ങനെ വിലസണ്ട വിജയ എന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുകയാണ്. പിണറായിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. ഒന്ന് കേൾക്കണം നിങ്ങള്. അതായത് 10 വർഷം നവോത്ഥാന നായകൻ കേരളത്തെ ഇങ്ങനെ എന്താ പറയാ അറബിക്കടലിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത് കേരളത്തെ അമേരിക്കയെക്കാൾ മുന്നിലെത്തിച്ച് ജപ്പാനേക്കാൾ മുന്നിലെത്തിച്ച് ലോകത്തിന്റെ ഏറ്റവും മുന്നിലെത്തിച്ച എന്താ പറയാ പടനായകൻ, ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഉരുപ്പിടിച്ച വാളുകൾക്കും പന്തങ്ങൾക്കും ഇടയിലൂടെ നടന്നു വന്ന പ്രത്യേക ആക്ഷൻ കാണിച്ച അല്ലേ, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് സെബാസ്റ്റ്യൻ പോൾ പറയാണല്ലോ പിണറായിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. പോരെ, പിണറായിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. പറ്റില്ലടോ, തനിക്ക് പറ്റില്ല, തനിക്ക് പറ്റിയ പരിപാടിയല്ല ഇത് എന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുകയാണ്. ഇതിന്റെ അങ്ങേപ്പുറം വിജയ രാജിവെക്കണോ ധർമ്മടത്തുനിന്ന്? കഴിഞ്ഞ പ്രാവശ്യം 50,000-ൽ കൂടുതൽ വോട്ട് നേടിയിട്ട് ഇപ്രാവശ്യം ഒരു യുവ കോൺഗ്രസ് നേതാവിനോട് ആകെ പൊട്ടിപ്പാളീസായിട്ട് 6 റൗണ്ട് എണ്ണിയപ്പോ 6 റൗണ്ടിലും പിന്നില്. എന്തിനാണോ താൻ ഉടുപ്പില്ലാതെ പിന്നെയും പ്രതിപക്ഷ നേതാവ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നത്? താൻ രാജിവെച്ചിട്ട് എവിടെയെങ്കിലും പോടോ. തന്റെ ഈ ദുർമുഖം ഇനി ഞങ്ങൾക്ക് കാണണ്ട എന്ന് ഇവിടുത്തെ ജനങ്ങൾ എഴുതിയ വിധിയെഴുത്താണോ ഇത്? ഈ തോൽവിയുടെ ഉത്തരവാദി പിണറായി വിജയൻ മാത്രം. വീണ്ടും സെബാസ്റ്റ്യൻ പോൾ പറയുകയാണ്, തോൽവിയുടെ ഉത്തരവാദിത്തം വിജയന് മാത്രം. ഇനി വേറെ തെരയൊന്നും വേണ്ട ഗോവിന്ദ. ഇങ്ങനെ അടിത്തട്ടിൽ പോയി കണ്ടേ, അടിത്തട്ടിൽ ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നു വേണ്ട. അതാ കാരണഭൂതമുണ്ട്, എല്ലാറ്റിനും കാരണഭൂതമുണ്ട്. അയാളെയാണ് തിരുത്തേണ്ടത്. പക്ഷെ അയാളെ തിരുത്താൻ നിങ്ങൾക്ക് പറ്റില്ലടോ. അയാളെ തിരുത്താൻ പറ്റില്ല. അയാൾ ഇങ്ങനെയേ പ്രവർത്തിക്കൂ, അയാൾക്ക് ഇങ്ങനെ അറിയൂ. അതാണ് ഈ വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ദുർമുഖത്തെ മാറ്റിയാൽ, പിന്നെ താനും മാറിയാൽ പാർട്ടി ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കും കേട്ടോ. പിണറായിക്ക് ഒന്നിനും ഒരു മനസ്താപം ഉണ്ടായിട്ടില്ല പറയാണ്. സെബാസ്റ്റ്യൻ പോൾ വീണ്ടും പറയുകയാണ്, പിണറായിക്ക് ഒന്നിനും ഒരു മനസ്താപം ഉണ്ടായിട്ടില്ല. തനിക്ക് തോന്നുന്നത് താൻ ചെയ്യും എന്ന രീതിയിലായിരുന്നു പോക്ക്. തനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, അങ്ങനെയാണ് പറയുന്നത്. വീട്ടിൽ പോയി ചോദിക്കോ, മാറി നിൽക്ക്, കടക്ക് പുറത്ത് അല്ലേ.